പ്രിയപ്പെട്ട ഹണി റോസ്, താങ്കളുടെ എനിക്കെതിരെയുള്ള പരാതിയിലെ സത്യമില്ലായ്മ മനസ്സിലായി എന്ന് കരുതുന്നു. ഞാനിപ്പോൾ ഈ വിഷയത്തിൽ ഒരു പ്രസ് മീറ്റ് വിളിക്കാനും പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരാനും വേണ്ടി പോവുകയാണ്. അതുകൊണ്ടാണ് വീട്ടിലിരുന്ന് ഒരു താങ്കൾക്ക് വേണ്ടിയുള്ള മറുപടി വീഡിയോ എനിക്ക് ചെയ്യാൻ കഴിയാത്തത്. പ്രസ് ക്ലബിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് കാറിലിരുന്ന് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഹണി റോസിന് എനിക്ക് വളരെ ബഹുമാനത്തോടെ ഇതെന്താ രാഹുൽ ഈശ്വറിന് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ രാഹുൽ ഈശ്വറിന് തിരിച്ചടി എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങൾ വലിയ രീതിയിൽ വാർത്ത കൊടുക്കും. പക്ഷെ താങ്കൾക്ക് ഹണി റോസിന് തിരിച്ചടി എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഹണി റോസ് ഞാൻ എഴുതിയതാണ് വായിക്കുന്നത്, കാര്യം ഒരു തെറ്റ് വരാതിരിക്കാൻ. ഹണി റോസ് അവരുടെ പരാതിയുടെ സത്യമില്ലായ്മ ബോധ്യപ്പെട്ടു എന്ന് ഹണി റോസിന് അവരുടെ പരാതിയുടെ സത്യമില്ലായ്മ ബോധ്യപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ദയവായി വിമർശനങ്ങളെ സഹിഷ്ണുതയോടുകൂടി കാണണം. ഞങ്ങൾ പുരുഷ കമ്മീഷന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിനുവേണ്ടി 1-2 MLA-മാരെ കാണുന്നുണ്ട്. ആ വിഷയത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രസ് മീറ്റ് കൂടിയാണ്. പോലീസ് വ്യത്യസ്ത രീതിയിൽ വാർത്ത കൊടുത്തതായിട്ടാണ് പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. രാഹുൽ ഈശ്വറിനെതിരെയുള്ള ഹണി റോസിന്റെ പരാതിയിൽ കേസെടുക്കാൻ വകുപ്പില്ല, ഇപ്പോൾ എടുക്കുന്നില്ല, കോടതി വഴി പോകണം, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, നിയമ ഉപദേശം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് തുടങ്ങിയ വ്യത്യസ്ത വാക്കുകളാണ്. എനിക്കാണ് ഇങ്ങനെ വല്ലതും പറ്റിയിരുന്നെങ്കിൽ രാഹുൽ ഈശ്വറിന് തിരിച്ചടി, രാഹുൽ ഈശ്വർ മോശക്കാരൻ എന്നൊക്കെ മാധ്യമങ്ങൾ കൊടുത്തേനെ. പോട്ടെ, അത് ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യം. അപ്പൊ എന്തായാലും ഹണി റോസിനോട് വളരെ ബഹുമാനത്തോടെ അർപ്പിക്കാനുള്ളത്, താങ്കൾ തോറ്റു ഞാൻ ജയിച്ചു എന്നൊന്നുമല്ല. ഹണി റോസ് തോറ്റു, രാഹുൽ ഈശ്വർ ജയിച്ചു, അങ്ങനെയൊന്നുമല്ല. ഹണി റോസിന് ഒരു കാര്യത്തിൽ വിജയം തന്നെ ഉണ്ടായി. അത് ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങളെ അവസാനിപ്പിക്കുന്നതിനുള്ള താങ്കളുടെ നിലപാട് കേരളീയ സമൂഹത്തിന് വളരെ ഗുണകരമായി. അതിന് താങ്കൾക്ക് അഭിനന്ദനങ്ങളുണ്ട്. എന്നാൽ ഹണി റോസ് താങ്കൾക്കെതിരെയുള്ള വിമർശനം കൂടി ഗൗരവമായിട്ട് എടുക്കണം. നമ്മളെല്ലാം ഇത് എന്നെ പിന്തുണയ്ക്കുന്ന എന്നെ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് രാഹുൽ ഈശ്വറിന്റെ എല്ലാ നിലപാടിനോട് നിങ്ങൾക്ക് വിയോജിപ്പാണ്, ഈ കാര്യത്തോട് യോജിപ്പെന്നാണ്. ഈ കാര്യം പുരുഷന്മാർക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്, നമ്മുടെ സമൂഹത്തിന്റെ ബാലൻസിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയണം. ഒരു പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള നീക്കം ശക്തമാക്കിയിട്ടുണ്ട്. എല്ലാവിധ പിന്തുണയും ആ പുരുഷ കമ്മീഷന് നിങ്ങൾ ഓരോരുത്തരുടെയും അഭ്യർത്ഥിക്കുന്നു. ഹണി റോസിനോടുമുള്ള അഭ്യർത്ഥന, അങ്ങനെ താങ്കൾക്ക് പറ്റുമെങ്കിൽ, എനിക്ക് പറ്റുമെന്ന് എനിക്കറിയില്ല, താങ്കളുടെ നിലപാടിനെ ഞാൻ അടക്കമുള്ളവർ അഭിനന്ദിക്കുന്ന പോലെ, ദ്വയാർത്ഥ പ്രയോഗം തെറ്റാണ് എന്ന താങ്കളുടെ നിലപാടിനെ സപ്പോർട്ട് ചെയ്യുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നത് പോലെ പുരുഷ കമ്മീഷനെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഹണി റോസിനോടും അഭ്യർത്ഥിക്കുന്നു. എന്തായാലും ഈ വിജയം ഒരുപാട് വിജയങ്ങളുടെ തുടക്കമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.